ദ ജേർണലിസ്റ്റിലേക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാനാകാത്ത വിധം അടപടലം ഊരാക്കുടുക്കിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാനാകുന്നില്ലെന്ന് മാത്രമല്ല, പിന്നോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ അതിന് സാധിക്കുകയും ചെയ്യാനാകാത്ത അതിദയനീയമായ അവസ്ഥ. ഹമാസിന്റെ നേതാവായ അബൂ ഉബൈദ ഓരോ ദിവസവും നെതന്യാഹുവിന്റെ താടക്കിട്ട് തട്ടുന്നത് പോലെ വന്നിട്ട് ഇസ്രായേൽ സൈന്യത്തെ കൊന്നുകളഞ്ഞതിന്റെ കഥകൾ, അതിന്റെ ചിത്രങ്ങൾ, വീഡിയോകൾ ഒക്കെ ലോകത്തിന് മുന്നിലേക്ക് ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. ഇത്രയും കാലം ലോകം നമ്പർ 1 ആയ സൈനിക ശക്തി എന്നും ചാരശക്തി എന്നും വിളിച്ച ഇസ്രായേൽ ഒരു സോപ്പ് കുമിളയായിരുന്നോ എന്ന് ലോകരാജ്യങ്ങൾ പരസ്പരം ചോദിക്കുന്ന സാഹചര്യമെത്തി. ലോക ജനതയുടെയും ലോകരാജ്യങ്ങളുടെയും പിന്തുണ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഇസ്രായേൽ ഏതാണ്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലെത്തി. ഇന്ന് രാവിലെ വന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ ഏതാണ്ട് 3/4 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. ഈ സംസാരത്തിൽ ഉടനീളം നെതന്യാഹുവിന് ഉപദേശങ്ങളാണ് ബൈഡൻ നൽകിയത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതായത് വെറുതെ കിടന്ന് ബോംബിട്ട് ഭീരുത്വം കാണിക്കാതെ പോയി ബന്ദികളെ രക്ഷിക്കാനുള്ള പണി നോക്കുകയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതിന്റെ സാരാംശം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ നെതന്യാഹു ആകട്ടെ ഹമാസിന്റെ അടിവേര് മാന്താൻ ഇറങ്ങിയിട്ട് സ്വന്തം സൈനികരുടെ അടിവേര് പറഞ്ഞു പോകുന്നതിന്റെ ജാള്യതയോ രോഷമോ മറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് തീർക്കാൻ വേണ്ടി സാധാരണക്കാർക്കിടയിലേക്ക് ബോംബിംഗ് ശക്തമാക്കുകയാണ്. ഇസ്രായേൽ പ്രസിഡന്റ് ഈ അടുത്ത ദിവസം പറഞ്ഞിരുന്നു, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന്. വാർ ക്യാബിനറ്റിലുള്ള വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് പറഞ്ഞ് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അടക്കം വ്യോമാക്രമണം കടുപ്പിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 200-ലധികം പേരെ കൊന്നു തള്ളുകയായിരുന്നു ഇസ്രായേൽ സൈന്യം. അല്ലാതെ ഹമാസിന്റെ ആളുകളെ പിടിക്കാനോ ബന്ദികളെ മോചിപ്പിക്കാനോ തുരങ്കങ്ങൾ തകർക്കാനോ ഒന്നും ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 2.5 മാസം പിന്നിടുമ്പോഴും ചുരുളി പോലൊരു വട്ടത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയല്ലാതെ വ്യോമാക്രമണം എന്ന ഭീരുത്വം, സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു തള്ളുന്ന ഭീരുത്വം ആവർത്തിച്ചിട്ട് എന്തോ വലിയ സംഗതി ചെയ്തു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതേസമയം ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ വേണ്ടി നടത്തിയ നീക്കം ആട്ടാപടലം പൊളിഞ്ഞു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രിയും IDF-ന്റെ തലവനും ഒക്കെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ലെബനനിലേക്ക് ആക്രമണം കടുപ്പിക്കും, അല്ലെങ്കിൽ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള അതിശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്, ഞങ്ങളുടെ ആളുകളെ കൊല്ലുന്നുണ്ട്, സൈനികരെ കൊല്ലുന്നുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന നിലയിലായിരുന്നു നെതന്യാഹുവും IDF-ഉം ഒക്കെ പറഞ്ഞത്. പക്ഷേ ലെബനനെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ആ ഭാഗത്തേക്ക് പോകാൻ ഇസ്രായേലിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഗസയിൽ പോയപ്പോൾ ഇങ്ങനെ, ലെബനനിലേക്ക് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഏതാണ്ട് ഒരു രൂപമുള്ളത് കൊണ്ടായിരിക്കാം ആ നീക്കം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഹൂത്തികളെ കടന്നാക്രമിക്കാൻ വേണ്ടി അമേരിക്കയുടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ബഹുരാഷ്ട്ര നാവികസേന എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മൾട്ടിനാഷണൽ സെറ്റപ്പ്. ഓസ്ട്രേലിയ ഓടി പസഫിക് തീരത്തേക്ക് പോയി. വേറെ ഒരു രാജ്യങ്ങളും കാര്യമായി പ്രതികരിച്ചില്ല. ഒരു ബഹുരാഷ്ട്ര നാവിക കൂട്ടായ്മയെയും ചെങ്കടലിൽ കണ്ടില്ല. അതിലെ കമ്പനികളൊന്നും ചരക്ക് കപ്പലുകൾ അയക്കുന്നില്ല. അന്താരാഷ്ട്ര വിപണിയിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരുന്നു. ഇസ്രായേലിന്റെ തീരത്ത് വലിയ തോതിലുള്ള നഷ്ടം ചരക്കു ഗതാഗതം നിലച്ചതോടുകൂടി ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു ഫ്രസ്ട്രേഷനും ഇസ്രായേലിന് വലിയ തോതിലുണ്ട്. യുദ്ധത്തിലൂടെയുള്ള സാമ്പത്തിക നഷ്ടം വേറൊരു ബാധ്യതയായി നിൽക്കുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ ഇന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, ഇസ്രായേലിന് ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് എന്നുള്ളതാണ്. ആരെയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പറച്ചിലുകൾ നടക്കുന്നുണ്ട്. ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. ഹിസ്ബുള്ളയ്ക്ക് നേരെ ലെബനനിലേക്ക് അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നു, അതും നടക്കുന്നില്ല. അതായത് ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്നുണ്ട്, നിരന്തരമായി തുടരുന്നുണ്ട്. അവർ ഇന്നലെ അവകാശപ്പെട്ടത് 1000-നടുത്ത് ആക്രമണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ്. ഇതൊക്കെ പ്രത്യാക്രമണം നടത്തി എന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഹിസ്ബുള്ളയുടെ അറ്റാക്ക് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഇറങ്ങുകയാണെന്ന വാദം അത് പൂർത്തീകരിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. മൊസാദ് ആണെങ്കിൽ വെടിനിർത്തലിന് വേണ്ടി ഖത്തറുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അതും എങ്ങും എത്തിയിട്ടില്ല. അതായത് ലോകശക്തി, ലോകത്തെ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങൾ പറയുന്നതിനപ്പുറം ലോകമില്ല, ഈ ലോകത്തെ മുഴുവൻ നിരീക്ഷണ കണ്ണുകളും ഞങ്ങളുടെ കയ്യിലാണ്, അങ്ങനെയൊക്കെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്ന ഇസ്രായേലിന് ഇതൊന്നും ഇവരെ കൊണ്ട് പറ്റുന്നില്ല എന്നത് ലോകം ഇപ്പോൾ തിരിച്ചറിയുകയാണ്. അല്ലെങ്കിൽ എന്തൊക്കെ സാധിക്കണമായിരുന്നു?
മൊസാദ് ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടനയാണെങ്കിൽ അവർ ഈ വെടിനിർത്തൽ ചർച്ചയ്ക്കല്ല പോകേണ്ടത്. ഹമാസിന്റെ തുരങ്കങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് ബന്ദികളെ മോചിപ്പിക്കാനാണ് അവർക്ക് കഴിയേണ്ടിയിരുന്നത്. അവർ അത്രയും എഫിഷ്യന്റ് ആണെങ്കിൽ. ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് നടന്ന ആക്രമണം അങ്ങനെ ഉണ്ടാകില്ലായിരുന്നു. അവരുടെ സർവേലൻസിൽ അതിന്റെ മൂവ്മെന്റ്സ് വരണമായിരുന്നു. അപ്പോ വെറും 50,000 പേരടങ്ങുന്ന ഹമാസ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് 75 ദിവസമായി ഇസ്രായേലിന്റെ സംഹാര താണ്ഡവത്തെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഹമാസിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ഇസ്രായേൽ അതേ അവസ്ഥയിൽ തുടരുകയാണ്. അതോടൊപ്പം ഇന്നലെ ഒരു കണക്ക് പുറത്തു വന്നു, ഹമാസിന്റെ സ്വീകാര്യത കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ യുവാക്കൾക്കിടയിലൊക്കെ ഹമാസും അബൂ ഉബൈദയും ഒക്കെ ഒരു ട്രെൻഡായി മാറുകയാണ് എന്ന CNN റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നു. ഈ കഴിഞ്ഞ ദിവസം നെതന്യാഹു ഒരു വിരട്ടി ഞങ്ങൾ തീർക്കുകയാണ്, അവസാനം കാണാതെ പിന്നോട്ടില്ല എന്ന്. എന്നിട്ട് ഈ അഭയാർത്ഥി ക്യാമ്പിലാണ് കൊണ്ട് ബോംബിടുന്നത്. തൊട്ടു പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ശക്തമായ ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ടാങ്കുകൾ തകർത്തു, ഇസ്രായേൽ സൈനികരെ കൊന്നുകളഞ്ഞു. അതിന്റെ വിവരങ്ങൾ അബൂ ഉബൈദ വീഡിയോയും ഓഡിയോയും ഒക്കെ പുറത്തുവിടുകയും ചെയ്തു. അതായത് നെതന്യാഹുവും ഇസ്രായേൽ സൈന്യവും കടന്നാക്രമിക്കുകയാണ് ഗസയെ. ഒരു സംശയവും വേണ്ട, ഗസയുടെ 80% കെട്ടിടങ്ങളും തകർന്നു എന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അവിടെയുള്ള മനുഷ്യർ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹം കൈകൊണ്ട് വാരിക്കൊണ്ടിരിക്കുന്നതിന് വീഡിയോ പുറത്തു വന്നു. അവിടുത്തെ ശവപ്പറമ്പുകളിൽ പോലും ബുൾഡോസർ വെച്ച് മൃതദേഹങ്ങൾ അരച്ചു കളയുന്ന IDFന്റെ സൈനികരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധവിജയം എന്ന് പറഞ്ഞ് ഇസ്രായേൽ കാണുന്ന, അല്ലെങ്കിൽ അവർ യുദ്ധവിജയമായി ആഘോഷിക്കാൻ കൊണ്ടു നടന്ന ആ പരിപാടികളൊന്നും നടക്കുന്നില്ല. ഹിസ്ബുള്ളയെ തൊടാൻ പറ്റുന്നില്ല, ഹൂത്തികളെ നിലയ്ക്ക് നിർത്താൻ പറ്റുന്നില്ല, ഹമാസിനെ ഒരു പൊടി പോലും പിടിക്കാൻ പറ്റുന്നില്ല, ബന്ദികളെ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. 76 ദിവസമായിട്ട് ഇതാ അവസ്ഥ. ഈ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പഴയ കാര്യങ്ങളുടെ ആവർത്തനമായിരിക്കാം, പക്ഷെ അതാണ് ഇപ്പോഴും സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ അമേരിക്കയും പറഞ്ഞു, ഇങ്ങനെ വെടിവെച്ച് കളയാതെ നിങ്ങൾ പോയി ബന്ദികളെ മോചിപ്പിക്കൂ എന്ന്. അപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ വ്യോമാക്രമണത്തിനപ്പുറത്തേക്ക് ഒരു അടി പോലും മുന്നോട്ടെടുത്ത് വെക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. ഇസ്രായേലിനെ ഭയക്കുന്നില്ല. നിങ്ങൾ അടിച്ചോളൂ, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന ലെവലിൽ അപ്പുറത്ത് അതിശക്തമായ തിരിച്ചടികൾ കിട്ടുകയാണ്. അപ്പോൾ ഊരാക്കൊടുക്കിൽ ഒരടി പോലും മുന്നോട്ട് പോകാനാകാതെ, ഒന്നും ചെയ്യാനാകാതെ പകച്ചു നിൽക്കുന്ന ഇസ്രായേലിനെയാണ് ക്രിസ്മസിന്റെ തലേന്നും നമ്മൾ കാണുന്നത്. രക്തച്ചൊരിച്ചിലിന് ഒരു കുറവുമില്ല. ഈ സ്ത്രീകളെയും കുട്ടികളെയും അഭയാർത്ഥികളെയും കൊന്നു തള്ളുക എന്ന ഭീരുത്വം ആവർത്തിക്കുന്നതല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അതേസമയം കൂടുതൽ ശക്തികൾ ഇസ്രായേലിനെതിരെ തിരിയുമ്പോൾ ഈ യുദ്ധത്തിന്റെ സ്വഭാവം മാറുന്നുണ്ട്. അത് കുറെ കൂടി ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള നിലയിലേക്കാണ് പോകുന്നതും. കൂടുതൽ സൈനികർ, IDFന്റെ സൈനികർ മരിച്ചു വീഴുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്തേൺ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുപോലെ ഹൂത്തികൾ സമ്മർദ്ദം ശക്തമാക്കി ഒരു കപ്പലിനെതിരെ കൂടി ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിന് എതിരെയുള്ള ശക്തികളൊക്കെ അവർ അതിശക്തരായി അവരുടെ പഴയ നിലപാടിൽ അറ്റാക്ക് മോഡിൽ തുടരുമ്പോൾ വിചാരിച്ചതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് സാധിക്കാത്ത ദയനീയ അവസ്ഥയാണ്.